നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വിസിമാരുടെ കൗൺസിൽ രൂപീകരിക്കുമെന്ന് ഗവർണർ. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾക്ക് വിസിമാർ വഴങ്ങണം. വൈസ് ചാൻസലർ ചട്ടം ലംഘിച്ചാൽ ആർക്കും ചാൻസലറെ സമീപിക്കാമെന്നും പി സദാശിവം. കാസർഗോഡ് കുമ്പളയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിക്കൊന്നു. ബിജെപി പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സിപിഎം. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിൽ നാളെ സിപിഎം ഹർത്താൽ. സിപിഎമ്മിനെ വിമർശിച്ച് വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ. യുപിഎ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് തന്ത്രപരമായ പിശക്. സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ കരട് രാഷ്ട്രീയ വിശകലന രേഖയിൽ ചർച്ച തുടരുന്നു. അടവും ബദലും മാറ്റിയുള്ള പരീക്ഷണമല്ല സിപിഎം നടത്തേണ്ടതെന്ന് വി.എം. സുധീരൻ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ 3 കള്ളപ്പണക്കാരുടെ പേരുകൾ സമർപ്പിച്ചു. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയ പട്ടികയിലുള്ള 3 പേരും വ്യവസായികൾ. മുഴുവൻ കള്ളപ്പണക്കാരുടെയും വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ ബിജെപി ശിവസേന സഖ്യത്തിന് ധാരണയായതായി സൂചന. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് എൻസിപി വിട്ടുനിൽക്കുമെന്ന് ശരത് പവാർ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ബിജെപി എംഎൽഎമാരുടെ യോഗം നാളെ. ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വിസിമാരുടെ കൗൺസിൽ രൂപീകരിക്കുമെന്ന് ഗവർണർ. വിസി നിയമനത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കും. വിസിമാർ 3 മാസത്തിലൊരിക്കൽ ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. സർവകലാശാല സിൻഡിക്കേറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞു. കൊച്ചിയിൽ ചേർന്ന വിസിമാരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ RVG മേനോൻ തിരുവനന്തപുരത്തുണ്ട്. ഡോക്ടർ MV നാരായണൻ അധ്യാപകൻ, അദ്ദേഹം തൃശൂർ ബ്യൂറോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി E.T. മുഹമ്മദ് ബഷീർ ടെലഫോണിലൂടെ ചർച്ചയിൽ ചേരും. ശ്രീ NP ആഷ്ലി ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനും ഗവേഷകനുമാണ്. അദ്ദേഹം ഡൽഹിയിലുമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ആദ്യം പ്രൊഫസർ RVG മേനോൻ, സാധാരണമല്ലാത്ത ഒരു നടപടിയായിരുന്നു ഇന്നത്തെ ഗവർണറുടെ യോഗം എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. ഇത്തരം അത്രയ്ക്ക് സാധാരണമല്ലാത്ത ഒരു നടപടിക്രമത്തിലൂടെ നമ്മുടെ സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ ഇന്നത്തെ ഇടപെടലിലൂടെയും തീരുമാനങ്ങളിലൂടെയും പരിഹരിക്കാനാകും എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ചാൻസലർ എന്ന നിലയിൽ ഗവർണർ വൈസ് ചാൻസലർമാരുടെ മീറ്റിംഗ് ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. ഇത് അസാധാരണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിലെ സർവകലാശാലകളെ പറ്റി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അസ്വാരസ്യമുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ മീറ്റിങ്ങിന് ഒരു സവിശേഷതയുണ്ട് എന്ന് തന്നെയല്ല, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സർവകലാശാലയുടെ കാര്യത്തിൽ ഗവർണർ പ്രത്യേക താല്പര്യം, ചാൻസലർ എന്ന നിലയിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നു എന്നതും ഒരു ശുഭസൂചകമാണ്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്ക്, അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണർക്ക് തീരുമാനമെടുക്കാൻ സാധുതയുള്ള ഒരു മേഖലയാണ് ഇത്. ആ അർത്ഥത്തിൽ ഈ മീറ്റിംഗ് സ്വാഗതാർഹമാണ്. ചാൻസലർ പ്രത്യേക താല്പര്യമെടുത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും, അല്ലെങ്കിൽ അതിനെ പീരിയോഡിക്കലായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന്, കൂടെ അത് അന്വേഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതും നല്ല കാര്യമാണ്. പ്രൊഫസർ RVG മേനോൻ, ഈ വിസിമാരുടെ ഒരു കൗൺസിൽ, ചാൻസലേഴ്സ് കൗൺസിൽ ഉണ്ടാക്കുന്നതടക്കമുള്ള ഇന്നത്തെ ഗവർണറുടെ മീറ്റിങ്ങിൽ നിന്ന് വന്ന ഈ നിർദ്ദേശങ്ങൾ, ഈ നടപടികൾ ഗുണപരമായത് തന്നെയാണോ? ഇത്തരത്തിലുള്ള ഒരു യോഗത്തിലൂടെ ആവർത്തിച്ചുള്ള 3 മാസം കൂടുമ്പോൾ യോഗം ചേരലിലൂടെയൊക്കെ നമ്മുടെ അക്കാദമിക മേഖലയിലുള്ള പ്രശ്നങ്ങളും ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമെന്ന് തന്നെ കരുതാമോ? വൈസ് ചാൻസലർമാരുടെ കൗൺസിൽ ഇപ്പോഴുമുണ്ട്. അത് പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ആണ് അത് വിളിച്ചു കൂട്ടാറുള്ളത്. ചാൻസലർ എന്ന നിലയ്ക്ക് പ്രത്യേകം ഒരു കൗൺസിൽ ഉണ്ടാക്കുന്നത് ഒരു പുതിയ സംഗതിയാണ്. അങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒരേ സ്വരത്തിലും ഒരേ താളത്തിലുമല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ ചില തീരുമാനങ്ങൾ സ്വീകാര്യമല്ലെന്ന് അല്ലെങ്കിൽ നിയമാനുസൃതമല്ലെന്ന് വൈസ് ചാൻസലർക്ക് തോന്നുന്ന സാഹചര്യങ്ങളിൽ വൈസ് ചാൻസലറെ, ഗവർണറെ നേരിട്ട് സമീപിക്കാൻ കഴിയുന്നതും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു കൂടെ പീരിയോഡിക്കായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു കൗൺസിൽ ഏത് തരം ഫലമാണ് ചെയ്യുക എന്നത് അതിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ MV നാരായണൻ, എല്ലാ സർവകലാശാലകളിലും ഭരണപരമായും അക്കാദമികവുമായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ.
പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിൽ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ സ്വാഭാവികമായും ഗവർണറുടെ ഇടപെടലിലേക്ക് നയിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രശ്നങ്ങൾ, അതിരൂക്ഷമായ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടാക്കുവാൻ ഇന്നത്തെ ഗവർണറുടെ നടപടികൾ കൊണ്ട് സാധിക്കുമോ? ഏത് വിധത്തിലുള്ള ഗുണഫലമാണ് ഇന്നത്തെ യോഗം ഉണ്ടാക്കുക? ഇന്നത്തെ യോഗത്തിൽ ചാൻസലർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ച് 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്നാമത്തത് ഈ സെൽഫ് ഫിനാൻസിങ്, സ്വാശ്രയ മേഖലയിലുള്ള കോളേജുകളിലെ പരീക്ഷാ നടത്തിപ്പും മൂല്യനിർണ്ണയവും കൃത്യമായി മോണിറ്റർ ചെയ്യണം, അതിന് വേണ്ടി വരികയാണെങ്കിൽ CCTV ക്യാമറകൾ വയ്ക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം. അതിൽ കൃത്യമായിട്ടും സ്വാശ്രയ കോളേജുകളെ കടിഞ്ഞാണിടേണ്ട, പലപ്പോഴും അത് അഴിമതിയുടെ കൂത്തരങ്ങുകളായി മാറുകയാണ് എന്ന ബോധം ചാൻസലറുടെ നിർദ്ദേശത്തിലുണ്ട്. രണ്ടാമത്തേത്, സിൻഡിക്കേറ്റും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞത്, പ്രധാനമായും സിൻഡിക്കേറ്റിൽ ആര് തന്നെയാണെങ്കിലും ആക്റ്റുകൾക്കും സ്റ്റാറ്റ്യൂട്ടുകൾക്കും വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നും അത് ഭൂരിപക്ഷ തീരുമാനപ്രകാരം തന്നെ വേണമെന്നും ആ ഭൂരിപക്ഷ തീരുമാനം ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും അനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് വേണമെങ്കിൽ ചാൻസലറെ വിവരം അറിയിക്കാം, അതനുസരിച്ച് ചാൻസലർ തീരുമാനം കൈക്കൊള്ളുമെന്നും. ഇവിടെ ഈ ചാൻസലർ തീരുമാനിച്ചിരിക്കുന്ന നിർദ്ദേശം കൃത്യമായി ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാന കാര്യം, വൈസ് ചാൻസലർമാർക്ക് നിർദ്ദിഷ്ടമായ യോഗ്യതകൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, അതിനുവേണ്ടി സ്പെഷ്യൽ പാനൽ രൂപീകരിക്കും. ഇതിൻ്റെ 3ൻ്റെയും വെളിച്ചത്തിലാണ് നമ്മൾ കോഴിക്കോട് സർവകലാശാലയുടെ കാര്യം നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് സർവകലാശാലയുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്നത് നമ്മളൊരു കാര്യം ഓർക്കണം. ഈ കോഴിക്കോട് സർവകലാശാല ഈ 3 കൊല്ലങ്ങൾക്ക് മുമ്പും ഉണ്ടായിരുന്നു. അവിടെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3.5 കൊല്ലമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്, ഇന്ന് അവിടെ ഇരിക്കുന്ന വൈസ് ചാൻസലറുടെ പ്രത്യേകമായ സ്വഭാവം തന്നെയാണ്. ഏകാധിപത്യപരമായ സ്വഭാവം, ജനാധിപത്യത്തെ പൂർണ്ണമായി നിരാകരിക്കുന്ന, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ, മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ളൊരു ടെൻഡൻസി, അത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു കാരണം, ആ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നോക്കുമ്പോൾ ഈ ചാൻസലറുടെ നിർദ്ദേശം എന്നത് ഭൂരിപക്ഷ നിയമപ്രകാരം, ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം യൂണിവേഴ്സിറ്റി നടത്തണം എന്നുള്ള ആ അഭിപ്രായം വളരെ വളരെ പ്രധാനമാണ്. ഇത് പൂർണ്ണമായി ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സംശയമാണ്. കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങളുടെ എല്ലാം സോഴ്സ്, ഇവിടെ യാതൊരു തരത്തിലുള്ള അക്കാഡമിക് പ്രവർത്തനം നടക്കുന്നില്ല, പ്രധാനമായും തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുപോകുന്ന ഈ VC നിലനിൽക്കുന്നിടത്തോളം കാലം കോഴിക്കോട് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് ഗൗരവമായ സംശയമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ NP ആഷ്ലി, താങ്കൾ ഈ നമ്മുടെ നാട്ടിലെ സർവകലാശാലകളിലെ ഈ പ്രശ്നങ്ങൾ ഏത് വിധത്തിലാണ് കാണുന്നത്? ഈ ഗവർണർ അത്രയ്ക്ക് അസാധാരണമൊന്നുമല്ല ഇടപെട്ട് യോഗം വിളിക്കുന്നത്, അദ്ദേഹത്തിനാണ് അതിൻ്റെ പരമാധികാരം എന്നിരിക്കെ തന്നെയും ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങോട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും വിധം വഷളായി പോയിരിക്കുന്ന അക്കാദമിക ഭരണപരമായ സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ടോ താങ്കൾ? ഗവർണറുടെ ഈ മീറ്റിങ്ങോ ഈ തരത്തിലുള്ള ചർച്ചയോ ഒക്കെ ഒട്ടും ഒരു എല്ലാതരം നിയന്ത്രണവും വിട്ട് ഒരു എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന രീതിയിൽ ആയിപ്പോയിട്ടുള്ള, കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എനിക്ക് അത്രേ അറിയുള്ളൂ, കേട്ടുകേൾവിയും വാർത്തകൾ വായിക്കുന്നിടത്തും ഉണ്ടാവുന്ന ഒരു ധാരണ, ഒരു എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെടുത്ത് ചില ഒരു കാര്യങ്ങളെ നേരെയാക്കാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇത്തരം ഒരു വേക്കപ്പ് കോൾ, ഒരു എണീക്കാനുള്ള ഒരു പെട്ടെന്ന് മാറാനുള്ളൊരു സജ്ജരാവാനൊക്കെ ഉള്ള ഒരു ഇതായിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വൃത്തിയാവണമെങ്കിൽ, കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ധാരണയും വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു ദർശനം, ഒരു ആലോചന മാറേണ്ടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ടൊരു തമാശ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് കണ്ടത്, അത് പല യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ശരിയാണെന്ന് തോന്നുന്നു. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ, കാരണം ചന്തു പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ആരും തോൽക്കാത്ത, എല്ലാവരും എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രം പഠിക്കുകയും ചില
എന്നൊരവസ്ഥ വല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ രീതിയിൽ വഷളായത് ഈ അടുത്തായിരിക്കാം. പക്ഷെ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ നയം നമ്മൾ എന്താണ് ഒരു യൂണിവേഴ്സിറ്റി ചെയ്യേണ്ടത്, ഒരു യൂണിവേഴ്സിറ്റിയുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്താണ്, സമൂഹത്തിന്റെ യൂണിവേഴ്സിറ്റി നടത്തിപ്പിലുള്ള ഉത്തരവാദിത്വം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നുള്ള ഒരു ചർച്ചയും ധാരണയും നമുക്കില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങണം. ഉദാഹരണം പറഞ്ഞാൽ ഡിഗ്രികൾ അട്ടിക്കി വെച്ചിട്ട് നമ്മുടെ വളരെ വലിയ പ്രശ്നങ്ങളെയും വലിയ ഈ ഒരു ഉള്ളും ഇല്ലാത്ത പല കാര്യങ്ങളെയും നമ്മളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് പുറത്തു വന്ന ഏത് അക്കാഡമിഷ്യനോട്, ഏത് ഗവേഷകനോടും അധ്യാപകനോടും ചോദിച്ചാലും കേരളത്തിൽ വളരെ സെൻസേഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരമുള്ളത്, ഒരു അക്കാഡമിക് കൾച്ചർ ഇല്ല എന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ ഈ ഒരു ചോദ്യം, എന്തുകൊണ്ട് നമുക്കൊരു അക്കാഡമിക് കൾച്ചർ ഇല്ല, നമ്മുടെ ഏറ്റവും വളരെ ഭംഗിയായിരുന്ന, നമുക്ക് ഒരിക്കലും വളരെ മെച്ചപ്പെട്ട ഒരു ഗംഭീരം എന്ന് പറയാവുന്ന ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ, പക്ഷേ ഉള്ള സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെയും ഒക്കെ നശിപ്പിച്ചു എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തെ ഇഷ്യൂ, ഈ ഗവർണറുടെ ചട്ടം അനുസരിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നത് പോലെ ഗവർണറുടെ ചില പറഞ്ഞ ചില കാര്യങ്ങൾ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉദാഹരണം പറഞ്ഞാൽ ഓട്ടോണമിയെ കുറിച്ച് പറഞ്ഞു, സ്വയംഭരണാവകാശം, അതൊരു കേൾക്കാൻ സുഖമുള്ള, പെട്ടെന്ന് പരീക്ഷ നടക്കും. പക്ഷെ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കപ്പെടുന്നില്ല. ഇപ്പോൾ പരീക്ഷ വേഗം നടക്കട്ടെ, റിസൾട്ട് വേഗം വരട്ടെ, ഡിഗ്രി വേഗം കിട്ടട്ടെ, അതാണോ പ്രശ്നം? എന്താണ് നിങ്ങൾ പഠിക്കുന്നത്, എന്താണ് പഠിപ്പിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളില്ലാതെ ഒരു ക്യാമറകൾ ഉപയോഗിച്ചും ഓട്ടോണമിയും ഫോറിൻ കൊളാബറേഷനും വെച്ചിട്ട് മാത്രം ഒരു യൂണിവേഴ്സിറ്റിയെ ഒരു ജനതയെ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ എന്നെനിക്ക് ധാരണയില്ല. അതെനിക്ക് തോന്നുന്നു വളരെ ലളിതവൽകൃതമായ ഒരു ധാരണയായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ഇപ്പോഴുള്ള കേട്ട അവസ്ഥയിൽ ഉണ്ടാകുന്നൊരു, നാരായണ മാഷൊക്കെ പറഞ്ഞ പോലെ മടുപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ഇടപെടൽ, ഈ തരത്തിൽ ഒരു ഇടപെടൽ എന്തായാലും ചില ഗുണഫലം ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.